Hi dear friends, welcome back to travelloversbymunna. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ഇലഅടയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം, പക്ഷെ അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് സ്പെഷ്യലാണ്. ആ ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ഈ ഇലഅട വേറൊരു ടൈപ്പ് രുചിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഒരു മാവ് ഉണ്ടാക്കണം. മാവ് സാധാ പത്തിരിക്ക് ഉണ്ടാക്കണ മാവ് കുഴക്കണ പോലെ മാവ് കുഴച്ച് പത്തിരിക്ക് നമ്മൾ പ്രസ്സിൽ പരത്തിയെടുക്കണ പോലെയാണ് ഇത് ചെയ്യണത്. അല്ലാതെ ഇലയിൽ വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് പരത്തുകയല്ല. ഈ പത്തിരി പ്രസ്സിൽ പരത്തിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റും അതേപോലെ നല്ല എന്താ പറയുക, ഒരു കട്ടി കുറവായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റിൽ കിട്ടും. ആവശ്യമുള്ളത് തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി ചെറിയതായിട്ട് അരിഞ്ഞത്, പിന്നെ അതിലേക്ക് ആവശ്യം ജീരകത്തിൻ്റെ പൊടിയാണ്, നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള വെല്ലം. എനിക്ക് തോന്നുന്നത് അടൊന്നും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. കാരണം അട ആയാലും പായസം അതുപോലത്തെ ഒക്കെ മധുരം അധികം ഇഷ്ടമില്ലാത്തവർ പോലും ഈ അടയും പായസമൊക്കെ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് കേട്ടോ. എൻ്റെ ഒരു തോന്നലാണ്. ഇവിടെ അട എന്ന് പറയുമ്പോഴുള്ള ഓർമ്മ, ഉപ്പ പണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ 1 മാസം 2 മാസമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുക നമുക്കറിയില്ല. അപ്പോൾ ആ ഉണ്ടാക്കി കൊടുക്കണതിൽ ഒരു വിഭവമാണ് അട. അത് പല വെറൈറ്റി അടകൾ ഉണ്ടാക്കും. അതിലത്തെ ഒരു വെറൈറ്റി അടയാണ് ഇപ്പം ഇതിൽ കാണിക്കണത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഇട്ട് നല്ല പോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മുടെ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കാൻ പോണത്. വേറെ ഒന്നുമല്ല, പശു നെയ്യാണ്. പശു നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അടയുടെ ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. ഇത് ഉണ്ടാക്കണവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി പത്തിരിയുടെ മാവ് കുഴക്കണ പോലെ പത്തിരി നമ്മൾ ഇലയിൽ, വാഴയുടെ ഇലയിൽ വെച്ച് പിന്നെ ഈ ഒരു കൂട്ട് അതിൽ വെച്ച് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. ഇവിടെ തീർന്നില്ല, ഇനിയുണ്ട് ഒരാൾ നമ്മുടെ അടയുടെ ടേസ്റ്റ് മാറ്റിമറിക്കാൻ. അത് ലാസ്റ്റിലേക്ക് നമുക്ക് കാണാം. അട വെന്തതിന് ശേഷം ഇനി നമ്മൾ കഴിക്കാൻ പോണ സ്റ്റൈലാണ് വേറൊരു ലെവലാണ്. അട വെന്ത് കഴിഞ്ഞതിന് ശേഷം ആ ആവി പറക്കണ അടയുടെ മേലെ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് ഒഴിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ തേങ്ങാപ്പാൽ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് അട ഒന്ന് കഴിച്ചു നോക്കി. ഈ തേങ്ങാപ്പാലിൻ്റെയും നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള പശു നെയ്യുടെയും ടേസ്റ്റും കൂടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് അടക്ക് കിട്ടുക. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്ക് തന്നെ വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.